അദ്ദേഹം പ്രിയമുള്ളവരെ, അദ്ദേഹം വളരെ വളരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, കുടുംബക്കാരെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, സൗഹൃദങ്ങൾ പുതുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ വർക്ക് നടത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓടിപ്പോകുന്നുണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ദിനേന എല്ലാം വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ ട്രിക്ക് എന്താണ്? ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമുക്കും അത് സാധിക്കണമല്ലോ. അതിൻ്റെ ആ ഒരു ട്രിക്ക്, അദ്ദേഹത്തിൻ്റെ ആ ട്രിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതേസമയത്ത് ചില ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓടുകയാണ്, ഓടി ഓടി തളരുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഒരാളോട് സംസാരിക്കാൻ നേരമില്ല, മിണ്ടിപ്പറയാൻ നേരമില്ല, കുടുംബക്കാരെ അന്വേഷിക്കാൻ നേരമില്ല. അവസാനം വൈകുന്നേരം നമ്മൾ ചോദിക്കുമല്ലോ, എന്തായി എന്ന് ചോദിച്ചാൽ ഒന്നും നടക്കുന്നില്ല, ഇന്നത്തെ ഒരു കാര്യം ശരിയായിട്ടില്ല എന്ന് പറയും. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഇയ്യാക വത്തസ്വീഫ് സൗഫ സൗഫ, പിന്നെ എന്ന് പറയാൻ പാടില്ല. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം, നാളെ നീളുന്നില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്തു തീർക്കണം. അങ്ങനെ ചെയ്തു തീർക്കാൻ ഒരാൾക്കും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ട്രിക്കാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. ആ മാർഗം എന്താണ്? അവരൊക്കെ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. സമയം നിശ്ചയിച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. ആ സമയത്തിന് ചെയ്യുമ്പോൾ അല്ല അത് കൃത്യമായിട്ട് നമുക്ക് ഉപകാരപ്പെടുകയും. പടച്ചോൻ തന്നെ എല്ലാം സമയബന്ധിതമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിസ്കാരത്തിന് സമയം, നോമ്പിന് സമയം, എല്ലാ മാസവും വർഷത്തിൽ എല്ലാ മാസവും ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസവും നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടും. സക്കാത്തിന് സമയം, എല്ലാറ്റിനും സമയമുണ്ട്. ഓരോ കാര്യങ്ങൾക്കും സമയമുണ്ട്. ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, ബാത്റൂമിൽ പോകാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്. ഇതൊക്കെ സമയമാണ്. സമയബന്ധിതമായിട്ടാണ് ഇതൊക്കെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയം തെറ്റിയാൽ ഒന്നും നടക്കില്ല. ലോകത്ത് വിജയിച്ച ഒരുപാട് ആൾക്കാരില്ല. അവർക്കെല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും, മുതലാളിക്കും തൊഴിലാളിക്കും, പണ്ഡിതനും പാവനും എല്ലാവർക്കും സമയം ഒരുപോലെയാണ്. വിജയിച്ച ആളുകളായിരിക്കുന്ന പണക്കാരായ വലിയ ആളുകൾ, അവർക്കൊക്കെ 48 മണിക്കൂർ വേണം ഒരു ദിവസം. ഇല്ല, നമ്മളെപ്പോലെ തന്നെ 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നമുക്കത് കഴിയുന്നില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരാൾ 60 വർഷം ഇവിടെ ജീവിക്കുകയാണ്. 30 വർഷം അവൻ്റെ രാത്രിയാണ്, അവന് ഉറക്കത്തിൽ പോയി. ബാക്കി ഒരു 30 ഉണ്ടാവും. ആ 30 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, എന്ത് ചെയ്തു എന്നതല്ല, എത്ര ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന ആ ഒരു വിഷയം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അതിലൊരു മാറ്റം വരുത്താൻ കഴിയും. കുറച്ചെന്നല്ല, കൃത്യമായിട്ട് മാറ്റം വരുത്താൻ കഴിയും. നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യം ഒരു കടലാസ് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചിട്ട് ആ ഓരോ കാര്യങ്ങളും, അതെന്തായിക്കോട്ടെ, ആളുകളെ കാണാൻ പോകുന്നതായിക്കോട്ടെ, കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ ഭാര്യയുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതായിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് നമുക്ക് തീർക്കാൻ കഴിയും. അങ്ങനെ തീർക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ ഒരു സംതൃപ്തിയുള്ള ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.